സിദ്ധു. ദേവിക, എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോ അറിയില്ല സിദ്ധു. അച്ഛനില്ലാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. ദേവിക, ഒരു ദിവസത്തേക്ക് ഈ സങ്കടം സഹിച്ചേ പറ്റൂ. എന്നൊരു ശത്രുവായിട്ടാ അമ്മയും മുത്തശ്ശിയൊക്കെ കാണുന്നത്. എന്തിനാ ദേവികെ ഇത്രയൊക്കെ സഹിച്ചവിടെ നിൽക്കുന്നത്? നടേശനും മോൾക്കും നൽകാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതാ. സുധിയേട്ടന്റെ അച്ഛനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയും അതാണ്. സിദ്ധേട്ടാ, ദേവികയെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ ചന്ദ്രേ? ദേവികയെ ആശ്വസിപ്പിക്കായിരുന്നോ? അതെ. അതിനിപ്പോ ചന്ദ്രയ്ക്ക് എന്താ? എത്ര കാലം ഇങ്ങനെ കണ്ണീരൊപ്പാനാവൂ? അതെ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം. സിദ്ധേട്ടനൊരു വിഡ്ഢി സ്വർഗത്തിലാ ജീവിക്കുന്നത്. ചന്ദ്ര വന്ന കാര്യം പറയും. അല്ല, സിദ്ധേട്ടൻ ദേവികയുടെ എല്ലാ സങ്കടങ്ങളിലും പങ്കുചേരുകയും അത് പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നത് കണ്ട് പറഞ്ഞതാ. ഞാൻ പിന്നെന്താ ചന്ദ്രയുടെയും അച്ഛന്റെയും ആഘോഷത്തിൽ ചേരണോ? നരകത്തിലെ ചെണ്ടമേളത്തിന് ചുവട് വെക്കുന്ന പരിപാടി എനിക്കില്ല. ഓ, എന്ന് ചന്ദ്ര ഇതുവരെ കാര്യം തന്നു പറഞ്ഞില്ല. സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് സിദ്ധേട്ട. എന്തിന്? ദേവികം കൂടി പിടിച്ച് അകത്തിലാത്തതിനോ? അയ്യോ അല്ല, ഇങ്ങനൊക്കെ സംഭവിച്ചതിൽ. അത് അറിഞ്ഞതിലേ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശരി, ചെല്ല്. സിദ്ധേട്ട, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാലോ എന്ന് ആലോചിക്കുക. എന്ത് കാര്യത്തിന്? ഓ, ആ കാഴ്ച കണ്ട് ആഹ്ലാദിക്കാനായിരിക്കും. അച്ഛന്റെ അല്ലേ മോള്? അയ്യോ അല്ല, സുധിയുടെ അല്ല, സുധിയേട്ടന്റെ അച്ഛനോട് മാപ്പ് പറയാൻ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല സിദ്ധുവേട്ട, എനിക്ക് ആത്മാർത്ഥമായ സങ്കടമുണ്ട്. കേസ് പിൻവലിക്കാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആവുന്നത്ര പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, FIR ഇട്ട് പോയില്ലേ. ചന്ദ്രയുടെ അച്ഛന്റെ ഒരു ഔദാര്യവും സുധിയേട്ടന്റെ അച്ഛന് വേണ്ട. എന്നാലും പ്രായം ചെന്ന മനുഷ്യൻ പൊതുകടിയും കൊണ്ട് പോലീസിന്റെ ലോക്കപ്പില്, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആളെന്താരോ നോക്കി വേണ്ടേ കളിക്കാൻ? വലിയവരോട് കളിക്കുമ്പോൾ പരുക്ക് സ്വാഭാവികം. ഓട്ടോറിക്ഷയ്ക്ക് വെല്ലുവിളിയാകാം 2 വീലറിനോട്. സൂപ്പർ ഫാസ്റ്റിനോട് മുട്ടാൻ പോയ തവിടുപൊടി. നിർത്തി. അവളുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഒരുപാട് സ്പീഡ് കൂടുമ്പോഴേ തലകുത്തി മറിയും. എല്ലാ ഗൂഢാലോചനയ്ക്കും ഒപ്പം നിന്നിട്ട് ഇപ്പൊ സിമ്പതി കാർഡും കൊണ്ട് വന്നേക്കുവാ. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു മാപ്പ് പറയാനും സിദ്ധുടെ സമ്മതിക്കത്തില്ലല്ലേ? ആത്മാർത്ഥത. ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കിതയ്ക്കുകയും ചെയ്യുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട. സിദ്ധുവിന്റെ വാശിയുണ്ട്. കണ്ണുനീരിന്റെ തോരാ പെയ്ത്തുണ്ടാവുന്നത് സുധിയുടെ വീട്ടില്. ഓർത്തോണം. ഓടി എന്റെ മുൻപിന് പോവാൻ. ഞാനിപ്പോ പോവാം. പക്ഷെ ഇവിടെ മാത്രമല്ല, ഈ വീട് തന്നെ ഞാൻ അടക്കി ഭരിക്കും. അധികം താമസിയാതെ. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, അതേ നടക്കൂ. കാരണം എന്റെ അച്ഛന്റെ പേര് നടേശൻ തമ്പിയെന്ന. വേണമെങ്കിൽ ക്രൂക്കറ്റ് തമ്പിയെന്ന് വിശേഷിപ്പിക്കാം. പറഞ്ഞ് ഫിനിഷ് ചെയ്യട്ടെ സിദ്ധുവേട്ട. എന്റെ അച്ഛൻ ആദ്യം തല വെട്ടാറില്ല, ചിറകുകളും മുറിച്ച് കളയത്തേയുള്ളൂ. എന്തിനാണെന്നോ? താൻ നഷ്ടപ്പെടുത്തിയ ചിറകുകളെ ഓർത്ത് തല ദുഃഖിക്കാൻ. നിർത്തടി. അപ്പനും മോളും ഒരു കാര്യം ഓർത്തോ, ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യും. മനസ്സിൽ നീ ഇത് അടിവരയിട്ട് വെച്ചോ. 100 മീനി തിരികെ തരാത്ത ഏത് പാടവും കത്തിച്ച് കളയണമെന്ന പക്ഷക്കാരിയാ ഞാൻ. വഴിയെ പോകുന്ന വയൽക്കിളികൾക്ക് വേണ്ടി നമ്മളെന്തിനു വളവിടണം? ഇക്കാര്യം സിദ്ധുവേട്ടന് മനസ്സിൽ അടിവരയിട്ട് വെച്ചോ. വയൽക്കിളിയുടെ ചിറകുകള് മുറിയാതിരിക്കട്ടെ.